ഇന്ന് മകൻ മിണ്ടാതിരുന്നു ദൈവമെന്ന് അറിഞ്ഞുകൊണ്ട് നീ വായി തുറന്ന് ദൈവത്തിൽ പറഞ്ഞാട്ട് ചിലർ ചെയ്യുന്ന ദോഷത്തെ എന്റെ ദൈവം എനിക്ക് ഗുണമാക്കാൻ കഴിയില്ല. ചിലർ എനിക്ക് ദോഷം ചെയ്തത്, ചിലരെന്നെ വേദനിപ്പിച്ചത്, ചിലരെന്നെ അപമാനിച്ചത്, ചിലരെന്നെ ഒറ്റപ്പെടുത്തിയത്, ചിലരെന്നെ പരസ്യ കാഴ്ചയാക്കുവാൻ ശ്രമിച്ചത് എന്റെ ദൈവം എനിക്ക് ഗുണത്തിലാക്കിയെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിനായി ഞാൻ ദൈവത്തിന് സ്വപ്നമില്ല. സഹോദരന്മാർ എത്ര ദോഷം ചെയ്തിട്ടും, സഹോദരന്മാർ എത്ര വേദനിപ്പിച്ചിട്ടും അവന് പകരം ചെയ്യാൻ ഒത്തിരി അവസരമുണ്ടായി. അപ്പോഴൊക്കെയും അവൻ പകരം ചെയ്തില്ല. ഹല്ലേലൂയ. ഇന്ന് മകൻ പരിശുദ്ധാത്മ പറയുന്നു, അനേകരോട് പകരം ചെയ്യാനുള്ള അവസരം നിന്റെ മുമ്പിൽ ഉണ്ടായിരിക്കും. എന്നാൽ അനേകർ ദോഷം നിരൂപിക്കുമ്പോൾ നീ അവരോട് പകരം ചെയ്യാൻ പോകരുത്. ഹല്ലേലൂയ. 17ാമത്തെ വയസ്സിൽ ദർശനം പ്രാപിച്ച യോസഫിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യോസഫ് ദർശനം കണ്ടതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ തന്റെ ജീവിതത്തിലുണ്ടായി. ഈ പട്ടണത്തിൽ ദർശനം കണ്ട ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. പെന്തക്കോസ്തിന്റെ അനുഭവമുള്ള ഒത്തിരി ആളുകളുണ്ട്. ആത്മീയ ആരാധനയ്ക്ക് പോകുന്നെന്ന് പറയുന്ന അനേക ആളുകളുണ്ട്. എന്നാൽ ആർക്കുമില്ലാത്ത ചില പ്രതികൂലം നിനക്കുള്ള എന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ആർക്കും കിട്ടിയിട്ടില്ലാത്ത ഒരു ദർശനമാണ് നിനക്ക് വന്നിട്ടുള്ളത്. ആർക്കുമില്ലാത്ത വേദന എന്താ നിനക്കുള്ളതെന്ന് അറിയാമോ? എല്ലാവർക്കും കൊടുത്ത വാഗ്ദത്തം നൽകിയല്ല നിന്നെ വിളിച്ചത്. നിന്റെ വീടിനകത്തുനിന്ന് നിന്നെ പ്രത്യേകമായി വിളിയാൽ അവൻ വിളിച്ചെങ്കിൽ ആർക്കുമില്ലാത്ത ചില കഷ്ടങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടാകും. ആർക്കുമില്ലാത്ത ചില വേദനകൾ നിന്റെ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ദർശനത്തിന് അവധി വച്ചിട്ടുണ്ട്. ആരും സഹിക്കാത്ത ചില വേദനകൾ സഹിച്ച കുടുംബങ്ങൾ, ആരും അനുഭവിക്കാത്ത ചില പ്രതികൂലത്തിലൂടെ കടന്നുപോയ കുടുംബങ്ങൾ ഇന്ന് വരെ പരിശുദ്ധം പറയുന്നു, നിന്നെ വെറുതെ വിളിച്ചു പറഞ്ഞിരിച്ചതല്ല. ഹല്ലേലൂയ. ദർശന നിമിത്തം യോസഫിനെ തന്റെ അപ്പൻ ശാസിച്ചു. തന്റെ സഹോദരന്മാർ പകച്ചു. ദൈവത്തിന്റെ ദർശനം ഒരു ദൈവവൈദ്യൽ പ്രാപിച്ചോ, സത്യസന്ധമായി പ്രാപിച്ചോ, ലോകം നിന്നെ പകയ്ക്കും, ലോകം നിന്നെ വെറുക്കും. എന്നാൽ അവിടെയെങ്ങും നിന്റെ ദർശനത്തിന് കോട്ടം സംഭവിക്കരുത്. ദർശനം തന്നോ ദൈവമാണെങ്കിൽ അതിനകത്ത് നിന്നെ കൊണ്ടുവന്നെത്തിക്കുവാൻ അവൻ സർവശക്തിയുള്ള ദൈവമാണ്. അങ്ങനെ യോസഫിനെ ദർശനം കാണിച്ചപ്പോൾ സൂര്യൻ കാണിച്ചു, ചന്ദ്രൻ കാണിച്ചു, കറ്റ കാണിച്ചു, പൊട്ടക്കിണർ കാണിച്ചില്ല. മനസ്സിലായ ദൈവമക്കൾ കാര്യം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നീ കണ്ട ദർശനത്തിൽ ഒരു കിണറുണ്ട്, ഒരു പൊട്ടക്കിണറുണ്ട്, ഒരു പൊത്തിപ്പണ്ട ഭവനമുണ്ട്, ഒരു കാരാഗ്രഹമുണ്ടെന്ന് നീ മറന്നു കളയരുത്. ഇത് മൂന്നും കറക്കാതെ നീ വാറ്റപ്പെട്ട് ചെയ്യുകയല്ല. അതെ, വാറ്റത്തം പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോസഫിനെ ദർശനം കാണിച്ചപ്പോ സൂര്യൻ കാണിച്ചു, ചന്ദ്രൻ കാണിച്ചു, കറ്റ കാണിച്ചു, പൊട്ടക്കിണർ കാണിച്ചില്ല. പൊട്ടക്കിണർ കാണിച്ചായിരുന്നെങ്കിൽ അവൻ ആ വാക്തത്വത്തിൽ ചെന്നെത്തത്തില്ലായിരുന്നു. ഇന്ന് മകൻ വിശ്വസിക്കും, നിന്നെ വിളിച്ചു വേർതിരിക്കുന്നതിന് മുമ്പ് തന്നെ നീ കടന്നു പോകുന്ന പ്രതികൂലം എന്റെ ദൈവം കാണിച്ചായിരുന്നെങ്കിൽ ഇന്ന് മകൻ ഈ സത്യത്തിൽ നീ നിൽക്കയില്ലായിരുന്നു. ഹല്ലേലൂയ. ഈ പ്രതികൂലത്തിന്റെ സമയത്ത് നീ ഒറ്റയ്ക്കല്ല, സർവശക്തൻ നിന്നോട് കൂടെയുണ്ട്. ദോഷത്തിന് പകരം ദോഷം ചെയ്യരുത്. ഒന്നാമത്തെ പ്രതികൂലം പൊട്ടക്കിണറാ. പൊട്ടക്കിണർ എന്ന് പറഞ്ഞാൽ സമതല പ്രദേശത്തു നിന്നും വളരെ താഴേക്കുള്ള ഒരു കുഴിയ. അതിനകത്തൊരു ആത്മീയ അർത്ഥമുണ്ട്. ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് ദർശനം പ്രാപിച്ച് സാഹചര്യങ്ങൾ കരിമപ്പെടാത്ത ഒരു ദൈവത്തിന്റെ പൈതലിനെ സമൂഹത്തിൽ എല്ലാവരുടെയും ഒപ്പം നിർത്താതെ പലരും നിന്നെ ചവിട്ടി താത്തുന്നു വന്നേക്കാം. നീ സ്നേഹിക്കുന്നവർ നിന്നെ ഒറ്റപ്പെടുത്തിയെന്ന് വന്നേക്കാം. വീട്ടിലെ മംഗളകാര്യത്തിൽ നിന്നെ ക്ഷണിച്ചില്ലെന്ന് വന്നേക്കാം. നീ പ്രാർത്ഥനയ്ക്ക് പോകുന്നവനാ, പ്രാർത്ഥനയ്ക്ക് പോകുന്നവളാ, പെന്തക്കോസ്തിന്റെ അനുഭവമാണെന്ന് പറഞ്ഞ് പലരും നിന്നെ ഒറ്റപ്പെടുത്തിയെന്ന് വന്നേക്കാം. അത് കണ്ടുകൊണ്ട് നീ ഭയപ്പെടുന്ന കാര്യമില്ല. ദർശനം കണ്ടവൻ പൊട്ടക്കിണറ്റി കിടക്കുക. ദർശനമില്ലാത്ത സഹോദരങ്ങൾ പൊട്ടക്കിണറിന്റെ ചുറ്റിനും നിൽക്കുന്നു. ദർശനം കണ്ടവൻ പൊട്ടക്കിണറ്റി കിടന്നാലും അവന് വിലയുണ്ട്. അതുപോലെ 20 വെള്ളിക്കാശല്ല, ഒരു രാജ്യത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള ഭാവിയിലേക്കുള്ള യാത്രയാ. നിന്റെ വെറുതെ വിളിച്ചു വേർതിരിച്ചതല്ല, നിന്റെ കുടുംബത്തിനകത്തുനിന്ന് ചിലതിനെ പുറത്തുകൊണ്ടുവരുവാൻ ദർശനത്തോടുകൂടെ എവിടെയാണ് നിന്നെ വിളിച്ചു വേർതിരിച്ചതെങ്കിൽ അത് വെറും 20 വെള്ളിക്കാശല്ല. നിന്റെ ഭാഗത്തുള്ള പ്രിയപ്പെട്ടവരെ പുറത്തു കൊണ്ടുവരാനുള്ള പ്രത്യേക വിളിയാലാണ് അവൻ നിന്നെ വിളിച്ചു വേർതിരിച്ചത്. അനുഭവ ദൈവമക്കൾ വായുകളുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ദർശനം കണ്ടവൻ പൊട്ടക്കിണറ്റി കിടന്നാലും അവന് വിലയുണ്ട്. അത് വെറും 20 വെള്ളിക്കാശല്ല, ഒരു രാജ്യത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള പദവിയിലേക്കുള്ള യാത്രയാ. പൊട്ടക്കിണർ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ്, ദുർഗന്ധം വമിക്കുന്ന സ്ഥലമാണ്.
ദുർഗന്ധം വമിക്കാൻ വേണ്ടിയ സഹോദരങ്ങൾ ചവിട്ടിത്താത്തത്, എന്നാൽ വാങ്ങിച്ചത് സുഗന്ധ വ്യാപാരികളാണ്. സ്തോത്രം പറഞ്ഞാട്ട് നീ ദേശത്ത് ദുർഗന്ധം വമിക്കുവാൻ, നീ സഭയിൽ ദുർഗന്ധം വമിക്കുവാൻ, നിന്റെ കുടുംബത്തിനകത്ത് ഒറ്റപ്പെടുവാൻ തക്കവണ്ണം പൊട്ടക്കുന്ന സമാനമായ കുടിയിലേക്ക് നിന്നെ ചവിട്ടിത്താത്തെങ്കിൽ നിന്നെ വാങ്ങിക്കുന്നത് സുഗന്ധ വ്യാപാരികളാണ്. ഇന്ന് വരെ വിശ്വസിക്കുക. അനേക രാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടി, അനേക പട്ടണങ്ങളുടെ ഉണർവിന് വേണ്ടി, ഈ ദേശത്തിന്റെ ഉണർവിന് വേണ്ടി അവൻ നിന്നെ പുറത്തു വന്നതോ. വിശ്വാസമുള്ള ദൈവമക്കൾ, അറിവുള്ള ദൈവമക്കൾ കൈകളെ വെച്ച് വായി തുറന്നോ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ദുർഗന്ധം വഹിക്കാൻ വേണ്ടിയാ ചവിട്ടിത്താത്തത്, വേസ്റ്റ് ഇടുന്ന സ്ഥലമാ പൊട്ടക്കളത്, എന്നാൽ വാങ്ങിച്ചത് സുഗന്ധ വ്യാപാരികളാ. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, നിന്നെ അനേകർക്ക് ഇഷ്ടമല്ലായിരിക്കാം, നിന്റെ ആരാധന ആർക്കും ഇഷ്ടമല്ലായിരിക്കാം, നിന്റെ കയ്യടി ആർക്കും ഇഷ്ടമല്ലായിരിക്കാം, നിന്റെ ഭവനത്തിന്റെ നന്മ കാണാൻ ആർക്കും ഇഷ്ടമില്ലായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, അനേക സുഗന്ധ വ്യാപാരികൾക്ക് അനേക പട്ടണത്തിൽ, അനേക ദേശത്തിൽ, അനേക ഭൂഖണ്ഡത്തിൽ നിന്നെയും നിന്റെ തലമുറകളെ ഉപയോഗിക്കുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ലെന്ന് ഇന്ന് വരെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ വായിക്കുന്നു. പ്രാർത്ഥനയുടെ 14ാമത് പകൽ ആത്മാവ് പറയുന്നു, നിന്റെ വിനയമുള്ളതാക്കി മാറ്റുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. നീ ദർശനം പ്രാപിച്ച ദൈവവേദനാണെങ്കിൽ നീ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിന്നെ പരസ്യ കാഴ്ചയാക്കും. പൊത്തിപ്പാർന്ന ഭവനം നീ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ പരസ്യ കാഴ്ചയാക്കുവാൻ ഒരുപാട് പേർ കച്ച കെട്ടി ഇറങ്ങിയത് വന്നേക്കാം. ഒരു മൃഗത്തിന്റെ രക്തം പുരണ്ട ഒരു കഷ്ണം തുണിയും തെളിവിന് 4 കള്ളസാക്ഷികളും ഉണ്ടെങ്കിൽ ഏത് നീതിമാനെയും കള്ളനാക്കാം. നിരപരാധിയായി ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിന്നെ അനുഭവിക്കുന്ന ആരെങ്കിലും ഇന്നു പകൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, നീ അനുഭവിക്കുന്ന നിന്നയ്ക്ക്, നീ അനുഭവിക്കുന്ന കഷ്ടത്തിന് പകരമായി നീ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ പരസ്യ കാഴ്ചയാക്കുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്ന ഈ ദോഷത്തിന് പകരം ദോഷം ചെയ്യണ്ട, മിണ്ടാതിരുന്നു ദൈവം നിറഞ്ഞുകൊള്ളുക. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതരാകും, ഞാൻ ഭൂമിയിൽ ഉന്നതരാകും, സൈന്യങ്ങളുടെ യഹോവ നിന്നോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നിന്റെ ദുർഗമായിരിക്കുന്ന കാലത്തോളം നീ ഭയപ്പെടുന്ന കാര്യമില്ല. നിന്റെ നിന്നെ അവൻ നീക്കിക്കളയുകയാ. നീ ചെയ്യാത്ത വ്യക്തിന്റെ പേരിൽ നിനക്ക് വിരുദ്ധമായി രേഖകൾ ഉണ്ടാക്കുന്നെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നിന്റെ ദർശനത്തിന്റെ വലിപ്പം 100 കിലോഗ്രാം ആണെങ്കിൽ നിന്റെ പ്രതികൂലത്തിന്റെ വലിപ്പം 100 കിലോഗ്രാം ആയിരിക്കും. നിന്റെ വാക്തത്വത്തിന്റെ വലിപ്പം എത്രമാത്രം വലുതാണോ അത്രമാത്രം വലിപ്പമേറിയ പ്രതികൂലത്തിലൂടെ നീ കടന്നു പോകേണ്ടതുണ്ട്. നീ ചോദിക്കുന്നുണ്ടായിരിക്കാം, ഞാൻ മാത്രം എന്തിനെങ്കിലും കടന്ന് വട്ടം കറങ്ങും നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ പകൽ പറയുന്നു, എല്ലാവരെയും വിളിച്ചതുപോലെയല്ല നിന്നെ വിളിച്ചത്. നീ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവനായതുകൊണ്ട് ചില കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഇന്ന് പകരം നിന്റെ ജീവിതത്തെ പണിതെടുത്തോണ്ടിരിക്കുക. ഇന്ന് മുതൽ പരിശുദ്ധാത്മ പറയുന്ന ഈ ആലയത്തിനകത്ത് ഉപവാസ പ്രാർത്ഥനയിൽ ചിലരുടെ ജീവിതത്തെ ആത്മാവ് പണിതെടുത്തുകൊണ്ടിരിക്കുക. കുശവന്റെ കയ്യിൽ കളിമണ്ണ് വന്നു കഴിഞ്ഞാൽ അതിനെ ഇഷ്ടമുള്ള നിലയിൽ കുശവനാക്കി തീർക്കുവാൻ ശ്രമിക്കും. അതിനെ ചക്രത്തിലോട്ട് കയറ്റി വെച്ചാൽ ഒരു കാര്യം ഉറപ്പ, അവൻ പണിതെടുക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ രൂപഗുണമുള്ളതാക്കി അവൻ നിന്നെ പുറത്തു കൊണ്ടുവരും. നിന്നെ നോക്കുന്ന, നിന്നെ ദർശിക്കുന്ന അനേകരുടെ മുമ്പിൽ രൂപഗുണമുള്ളതാക്കി അവൻ നിന്നെ പുറത്തു കൊണ്ടുവരും. രൂപഗുണമുള്ളതാക്കി നിന്നെ പുറത്തു കൊണ്ടുവന്നിട്ട് തീച്ചൂളയിലേക്ക് വലിച്ചെറിയും. തകർക്കാനല്ല, ഉടച്ചു കളയുവാനല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ പ്രയോജനമുള്ള ഒരു പാത്രമാക്കി പുറത്തുകൊണ്ടുവരാൻ വേണ്ടിയാ. ഇന്ന് പകൽ ആത്മ പറയുന്നു, ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടം തകർത്ത് കളയുവാനല്ല, ഉടച്ചു കളയുവാനല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രയോജനമുള്ള ഒരു പാത്രമാക്കി നിന്നെ പുറത്തുകൊണ്ടുവരുന്നത്രേ. ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടം, ഇപ്പോൾ അനുഭവിക്കുന്ന വേദന അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ,
അവന്റെ അപ്പനവനെ പകച്ചു, സഹോദരന്മാർ പകച്ചു. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അതേ അവൻ നിന്നെ അനുഭവിച്ചു. ഇതാ കാരാഗ്രഹത്തിലും കിടക്കുന്നു. കാരാഗ്രഹം എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ. ഇപ്പോഴവന്റെ കാലുകൾ ആമത്തില, കൈകൾ ചങ്ങലയില. എന്നാൽ അവന്റെ നാവിനെ ബന്ധിക്കാൻ ആർക്കും കഴിയത്തില്ല. ഒരു സ്റ്റെപ്പ് കൂടെ മുൻപോട്ട് കാലെടുത്ത് വെക്കുവാൻ കഴിയാതെ വണ്ണം കാലുകൾ ആമത്തിലാകുന്ന അനുഭവത്തിൽ ഇന്ന് പകൽ ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോലും നിന്നെ കടത്തിവിടുകയില്ലെന്ന് പറഞ്ഞ് ശത്രു നിന്റെ മുമ്പിലിട്ടിരിക്കുന്ന സകല അതിർവരമ്പുകളെ പൊളിച്ചു കളയുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. കാലുകൾ ആമത്തിലായിരിക്കാം, കൈകൾ ചങ്ങലയിലായിരിക്കാം, എന്നാൽ നിന്റെ നാവിനെ ബന്ധിക്കാൻ ആർക്കും കഴിയത്തില്ല. പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു അനുഭവം